അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരിക്കൽ ബഹുമാനപ്പെട്ട ജഅഫർ സ്വാദിഖ് റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ അടുക്കൽ ഒരാൾ വന്നുകൊണ്ട് ചോദിക്കുകയാണ്, എനിക്ക് ഇസ്മുൽ അഅ്ലം ഏതാണെന്ന് പഠിപ്പിച്ചു തരണം. നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾ വലിയ ആലിമാണല്ലോ, ആരിഫാണല്ലോ, അപ്പം എനിക്ക് ഇസ്മുൽ അഅ്ലം പഠിപ്പിച്ചു തരുമോ? അപ്പം ഏത് ദ്വാരക്കുമ്പോൾ ഇസ്മുൽ അഅ്ലമുമായി ബന്ധപ്പെട്ട് ദ്വാരന്നാൽ ഉത്തരം കിട്ടുമല്ലോ. അപ്പം അതുകൊണ്ട് എനിക്ക് ഇസ്മുൽ അഅ്ലം പഠിപ്പിച്ചു തരുമോ എന്ന് ബഹുമാനപ്പെട്ടവരോട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിക്കുകയാണ്. എന്നാൽ ബഹുമാനപ്പെട്ടവർ അതിനൊന്നും വേണ്ടതുപോലെ അദ്ദേഹത്തിന് തൃപ്തിയാകുന്ന രീതിയിൽ ഒരു മറുപടിയൊന്നും നൽകില്ല. പിന്നീട് പറഞ്ഞു തരാമെന്നോ ആ രീതിയിലൊക്കെ അതിനെ ഒഴിവാക്കി. അങ്ങനെ കുറേ കാലങ്ങൾ ഇദ്ദേഹം ഇങ്ങനെ ബഹുമാനപ്പെട്ടവരോട് ഇസ്മുൽ അഅ്ലമിനെ കുറിച്ച് ഇങ്ങനെ ചോദിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം ബഹുമാനപ്പെട്ടവരും തൻ്റെ കൂട്ടുകാരും ഇദ്ദേഹം ഒക്കെ ഒരു കുളത്തിൻ്റെ അടിയിൽ ഇങ്ങനെ കുളിക്കുകയാണ്. അങ്ങനെ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹം അങ്ങനെ ആ കുളത്തിൻ്റെ നടുവിലെത്തിയപ്പോൾ ജഅഫർ സ്വാദിഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെയുള്ള മറ്റുള്ള മുരീദന്മാരോട് ബഹുമാനപ്പെട്ടവർ സൂചിപ്പിച്ചിരുന്നു, അദ്ദേഹത്തിന് അവിടെ നിന്ന് അവരെല്ലാവരും പോയി അദ്ദേഹത്തിന് ആ വെള്ളത്തിൽ മുക്കി. അങ്ങനെ മുക്കിയപ്പോൾ ഇയാൾ പേടിച്ചുപോയി. എല്ലാവരും പോയി അദ്ദേഹത്തിന് വെള്ളത്തിനടിയിൽ ഇങ്ങനെ മുക്കുകയാണ്. എത്ര ഇയാൾ അട്ടഹാസിച്ചിട്ടും ഇവരാരും വിടുന്നില്ല. അങ്ങനെ അവസാനമായി ഇയാൾ പേടിച്ചുപോയി. ഇയാൾ ആത്മാർത്ഥമായി റബ്ബിനെ അവിടെ നിന്ന് വിളിച്ചുപോയി, യാ അല്ലാ എന്ന്. ആ വിളികളോടുകൂടെ തൻ്റെ കൂട്ടുകാരൊക്കെയും ഇദ്ദേഹത്തിന് വിട്ടു. അദ്ദേഹം അവിടുന്ന് രക്ഷപ്പെട്ടു വന്നു. അങ്ങനെ മോളിൽ എത്തിയപ്പോൾ ബഹുമാനപ്പെട്ട ജഅഫർ സ്വാദിഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനെ കണ്ടപ്പോൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, ഇപ്പോൾ മനസ്സിലായില്ലേ ഇസ്മുൽ അഅ്ലം ഏതാണ് എന്നുള്ളത്? എന്താണ് ഈ ചരിത്രം പഠിപ്പിക്കുന്ന പാഠം? അതെ, ഇസ്മുൽ അഅ്ലം ഏതാണെന്ന് മനസ്സിലായിട്ട് കാര്യമില്ല. വിളിക്കുന്ന വിളി ഏത് രീതിയിലാണ് അപ്പോഴാണ് അതിന് ഫലമുള്ളത്. വിളിക്കുന്നത് അത് അല്ലാഹുവിൻ്റെ പേരിൽ നിന്ന് ഏത് വിളിച്ചാലും അത് ഇസ്മുൽ അഅ്ലം തന്നെയാണ്. അത്രമാത്രം അതിന് ഫവറുണ്ടാകും. പക്ഷേ വിളിക്കൽ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ആത്മാർത്ഥമായി റബ്ബിനെ ഭയന്ന് റബ്ബിൽ നിന്ന് മാത്രം സഹായം, ഇനി ഒരിക്കലും ഒരാളിൽ നിന്ന് സഹായം കിട്ടുകയില്ല എന്ന രീതിയിൽ നല്ല ആത്മാർത്ഥതയോടുകൂടെ ഏത് ഇസ്മിനെയും ഏത് പേരിനെ അല്ലാഹുവിൻ്റെ ഏത് പേരെടുത്ത് വിളിച്ചാലും അതിന് ഇസ്മുൽ അഅ്ലമിൻ്റെ ഫവറുണ്ട്, അതിന് ഉത്തരം കിട്ടുമെന്ന് വലിയൊരു പാഠം അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ നല്ല അനുഭവത്തിലൂടെ ആ കൂട്ടുകാരനെ ബഹുമാനപ്പെട്ടവർ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പം ഇതിലൂടെ നാം മനസ്സിലാക്കേണ്ട വലിയൊരു പാഠം അത് തന്നെയാണ്. അതേ, റബ്ബിനോട് നാം എന്തു ചോദിച്ചു എന്നല്ല, ഏത് രീതിയിൽ ചോദിച്ചു എന്നല്ല, എത്ര നേരം നാം ചോദിച്ചു എന്നല്ല, റബ്ബിൻ്റെ ഏത് പേര് പറഞ്ഞ് ചോദിച്ചു എന്നല്ല വിഷയമുള്ളത്, ഏത് രീതിയിൽ എത്രമാത്രം ആത്മാർത്ഥതയോടുകൂടെ റബ്ബിനെ നാം വിളിച്ചു, എത്ര ആത്മാർത്ഥതയോടുകൂടെ റബ്ബിൻ്റെ പേര് നാം പറഞ്ഞു, എത്രമാത്രം ഇഖ്ലാസോടുകൂടെ എത്രമാത്രം മനസ്സിൽ ഇറക്കിക്കൊണ്ട് റബ്ബിൻ്റെ പേര് വിളിച്ചു എന്ന് നാം വളരെ ഗൗരവത്തോടു കൂടെ കാണണം. അപ്പോഴേ അതിന് ഫലമുണ്ടാവുകയുള്ളൂ. അല്ലാതെ വെറുതെ കുറെ അസ്മാഉൽ ഹുസ്ന ഒരു താല്പര്യവുമില്ലാതെ റബ്ബിനെ ഒരു നിലക്കും ചിന്തിക്കാതെ ഒരു ആത്മാർത്ഥതയില്ലാതെ വെറുതെ അസ്മാഉൽ ഹുസ്ന കുറെ വിളിച്ചത് കൊണ്ടൊന്നും ഫലം ഉണ്ടാവുകയില്ല എന്ന് വലിയൊരു പാഠമാണ് ഈ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല നിലക്കുള്ള ആത്മാർത്ഥത തന്ന് നല്ല ഇഖ്ലാസ് തന്ന് അവൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.